യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നു എങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. അപ്പം പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ദേശത്താകുമ്പോൾ ആ ദേശത്തിലെ നന്മ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ വാക്യം ഓർത്താൽ മതി. നിങ്ങൾ മനസ്സുവെച്ച്, ആമേൻ, അതായത് നമ്മുടെ ഹൃദയപൂർവ്വം വില്ലിംഗായിട്ട് കർത്താവ് എന്തു പറഞ്ഞിരിക്കുന്നു അതനുസരിക്കുവാൻ തയ്യാറായാൽ ആ ദേശത്തിൽ എന്ത് നന്മയുണ്ടോ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, നീ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോയാൽ ഞാൻ നിന്നെ ഇങ്ങനെ ആക്കാമെന്ന് പറഞ്ഞു. അബ്രഹാം യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ അവൻ സ്വയമായിട്ട്, അതായത് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം, ആരുടെയും പ്രഷർ കൊണ്ടല്ല, ആരെങ്കിലും പറഞ്ഞത് കൊണ്ടല്ല, ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ടല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിത്തിരിച്ചു. അതുകൊണ്ട് എന്തു പറ്റി? ഇന്നും ആമേൻ ദൈവമക്കൾ അറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ മക്കളെന്ന്. അപ്പൊ അബ്രഹാം അങ്ങനെ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ, അല്ലെ ദൈവകാര്യത്തിൽ നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മളെ ആരും നമ്മളെ പ്രഷർ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഇപ്പം ആരാധനയ്ക്ക് പോകാൻ ആരും നമ്മളെ പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ദൈവസന്നിധിയിൽ ആരാധിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അല്ലെങ്കിൽ ദശാംശവും സ്വതന്ത്രകാഴ്ചയും കൊടുക്കുന്നതിന് ആരും നമ്മളെ പറഞ്ഞതിൻ്റെ പേരിൽ കൊടുക്കണമല്ലോ എന്നുള്ള ചിന്തയിലല്ല, സന്തോഷത്തോടെ കൊടുക്കുന്നതിനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അപ്പോൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നതിന്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്, അവൻ ദൈവവചനം അനുസരിക്കുന്നതിന് നമ്മൾ സ്വയമേ ഒരു തീരുമാനമെടുത്ത് വില്ലിംഗ്ലി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നമ്മൾ അതിനൊരു ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ ഏത് ദേശത്താണോ ആ ദേശത്ത് ദൈവം നമുക്ക് നന്മ തരും. അതുകൊണ്ട് ദേശത്ത് നന്മയുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല, ആ ദേശത്ത് ദൈവം നമുക്ക് എന്ത് ചെയ്യും? നന്മ തന്ന് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്ന എന്തോ അത് ഹൃദയപൂർവ്വം അനുസരിക്കാൻ തയ്യാറാകണം. ആമേൻ. പത്രോസിനോട് പറഞ്ഞു, നീ ഇന്നടത്ത് വലയിടാൻ പറഞ്ഞപ്പോൾ പത്രോസ് കർത്താവിൻ്റെ വാക്കിനാ വലയിറക്കിയപ്പോൾ ആ കടലിനകത്തുള്ള നന്മ മുഴുവനും പത്രോസിന് കിട്ടിയില്ലേ? അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവവചനത്തെ അനുസരിക്കണം. കർത്താവ് പറയുക, നീ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, അങ്ങ് കളഞ്ഞേര്. പക വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം അവർ എന്നോട് അങ്ങനെ കാണിച്ചു, അതുകൊണ്ട് ഞാനും അവരോട് അങ്ങനെ കാണിക്കും. അത് നമുക്ക് പറ്റിയ പണിയല്ല. നമ്മൾ ദൈവമക്കളാണ്. നമ്മളെ സംബന്ധിച്ച് അവരെങ്ങനെ ചെയ്തു അതുപോലെ തിരിച്ച് ചെയ്യുന്നതല്ല നമ്മുടെ ജോലി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നന്മയാണ് തടസ്സപ്പെടുന്നത്. ഇപ്പോൾ ഒരു ദൈവ പൈതൽ തന്നെയാണ് നിങ്ങളോട് ദ്രോഹം ചെയ്തത്, അല്ലെ അവർ നമ്മുടെ ആൾ എന്നോട് അതുപോലെ ചെയ്തു, അതുപോലെ ഞാനും തിരിച്ചു ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. അത് നിങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നന്മയാണ് നിങ്ങൾ തടയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തെയാണ് നിങ്ങൾ തടയുന്നത്. അതുകൊണ്ട് അവരെന്തോ ചെയ്തോ ഇവരെന്തോ ചെയ്തോ എന്നുള്ളതൊന്നും വിഷയമാക്കേണ്ട. തിരുവെഴുത്തിൽ എന്തു പറയുന്നു? ഒരു മനുഷ്യനോട് ഇടപെടണമെന്ന് തിരുവെഴുത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു? മാതാപിതാക്കളോട് എങ്ങനെ ഇടപെടണമെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നു. അതുപോലെ നാം ആകുന്നു എങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദേശത്തിൻ്റെ നന്മകളെ ദൈവം നമുക്ക് തന്ന്, തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന നന്മകളെ തന്ന് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും.